എടാ ഇവനെയൊക്കെ കാലെ വാരി ഭിത്തിയിലോട്ടോ ഒറ്റ അടിയടിക്കാൻ ആർജവും ഇല്ലാഞ്ഞിട്ടോ അതിന് ആംബിയർ ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല ഈ തലയും കുമ്പിട്ട് പോകുന്നത്. ഈ പുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്നില്ല. വരുന്ന ചോളം ഉപ്പുമാവിന് വേണ്ടി മതപരിവർത്തനം ചെയ്ത ആളുകൾ, മതം മാറിയ ആളുകൾ കേരളത്തിലൂടെ വീട് വെക്കുന്ന രീതിയിൽ കൺവെർട്ട് ചെയ്യുന്നു. അമ്പലത്തിലെ പൂജാരിമാർക്ക് പോലും 5 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തിട്ട് കൺവെർട്ട് ചെയ്യുന്നു. ഇവിടെ കുറെ പെന്തിക്കോസ് ഉപദേശിമാരുണ്ട്. 500 രൂപയും കഞ്ഞിയും പയറും കൊടുത്ത് ഞങ്ങളുടെ ആളുകളെ മതം മാറ്റുന്നു. എന്നാ പിന്നെ നിങ്ങളൊരു 1000 രൂപയും ചിക്കൻ ഫ്രൈയും കൊടുത്ത് തിരിച്ചങ്ങ് കൊണ്ടുപോകരുത്. പ്രശ്നം കഴിഞ്ഞില്ലേ? ഓരോ മതപരിവർത്തന തൊഴിലാളി ആണുങ്ങൾക്ക് 440 രൂപയും പെണ്ണുങ്ങൾക്ക് 250 രൂപയും കൂലി കൊടുത്താ മതം മാറ്റുന്നത്. കമ്മീഷൻ വെച്ച് മതം മാറ്റുന്ന ഒരു കണ്ടീഷൻ പോലും ഇവിടെ എല്ലായിടത്തും കാണാം. ഒരാളെ മതം മാറ്റിയാൽ അതിനൊരു പ്രത്യേക എമൗണ്ട് ഉണ്ട്. ഞാൻ പണ്ട് പറയുകയുണ്ടായി, ഒരു ബ്രാഹ്മണനെ മതം മാറ്റിയാൽ 4 മുതൽ 5 ലക്ഷം രൂപ വരെയാണ്. ഒരു നായരെ മതം മാറ്റിയാൽ അയാളുടെ ക്വാളിഫിക്കേഷനും ബാക്കിയുള്ളതും അനുസരിച്ച് 1 ലക്ഷമോ 2 ലക്ഷമോ 3 ലക്ഷമോ കിട്ടും. ജാതി താഴേക്ക് വരുന്നതനുസരിച്ച് മതം മാറ്റത്തിന്റെ എമൗണ്ട് കുറഞ്ഞു വരുന്നു എന്ന് ആധികാരികമായിട്ട് അറിയാൻ സാധിച്ചു. 500 രൂപയ്ക്കും കഞ്ഞിയും പയറിനും ഞങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവന്നെങ്കിൽ നിങ്ങളൊരു 1000 രൂപയും നല്ലൊരു മുഴുത്ത കോഴി ജംഗ്ഷനിലിരിപ്പുണ്ടല്ലോ, നരകത്തിലെ കോഴി, രാവും പകലും തീക്കകത്ത് കിടന്നിങ്ങനെ കറങ്ങല്ലേ നരകത്തിലെ കോഴി. അപ്പം ഒരു 2000-ന്റെ ഒറ്റ നോട്ടും ഒരു നരകത്തിലെ കോഴിയും കാണിച്ചു നിങ്ങൾ തിരിച്ചു കൊണ്ടുപോകും. ഈ ഉപ്പുമാവ് കൊടുത്താലും, നിങ്ങൾ പറഞ്ഞില്ലേ മഞ്ഞ ചോളം കൊടുത്തെന്ന് പറഞ്ഞാലും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 1/2 കിലോ കൂട്ടിക്കൊടു. നമ്മൾ ഇവിടെ കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ, ഇനി 1/2 കിലോ കൂട്ടിയും കൊടുറേ, അപ്പൊ അവരങ്ങ് പോകും. ചോളം ഉപ്പുമാവിന് വേണ്ടി മതം മാറിയ ആളുകൾ കേരളത്തിലൂടെ ഇനി വേണം ഒരു സ്പെഷ്യൽ ഓഫർ ഞാൻ കൊടുക്കാൻ പോവാ. കൊടുക്കട്ടെ, കുഴപ്പമില്ലല്ലോ. ഇല്ല, ഈ നാട്ടുകാർക്കൊരു സ്പെഷ്യൽ ഓഫർ. ഈ പന്തലിൻ്റെ അകത്തിരിക്കുന്ന കൂട്ടത്തിൽ നിന്ന് നല്ലൊരു മുഴുത്ത കോഴിയും 2000-ന്റെ ഒറ്റ നോട്ടും കാണിച്ച് ഈ പന്തലിൻ്റെ അകത്തുനിന്ന് ഒരു 25 എണ്ണത്തെ കൊണ്ടുപോകാൻ ഒക്കുമെങ്കിൽ കൊണ്ട് പൊക്കോളാൻ ഞങ്ങൾ ഓഫർ തരിക. പൊക്കോ, പിണക്കമുണ്ടോ ഭാഷേ? പോട്ടല്ലേ, കഞ്ഞിക്കും പയറിനും വന്നതെല്ലാം പോട്ടെ. ഇപ്പൊ ഇറ്റലിയിലെ പോപ്പിന്റെ സന്നിധിയിൽ പ്രവർത്തിക്കുന്നതിൽ 45% മലയാളികളാണ്. മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നൊന്നും അവിടെ പ്രവർത്തിക്കാൻ ആരും ഇല്ല. കാരണം ക്രിസ്തുമതം ലോകത്തിന്റെ എല്ലാ മണ്ണിൽ നിന്നും തൂത്തെറിയപ്പെടുമ്പോൾ ഇന്ത്യക്കാരെ ഉപയോഗിച്ച്, കേരളീയരെ ഉപയോഗിച്ച് ലോകത്തിൽ ക്രിസ്തുമതം നിലനിർത്താനുള്ള ഒരു ശ്രമമാണ്. അതിനിരയാവുന്നത് പാവപ്പെട്ടവരും അജ്ഞരും സഹായത്തിന് വേണ്ടി കൈനീട്ടുന്നവരും മറ്റ് ഗതിയില്ലാത്തവരും വിശക്കുന്നവരുമാണ്. അവരെ സഹായിക്കുന്നു എന്ന രീതിയിലാണ് മദർ തെരേസ ഉൾപ്പെടെ എല്ലാവരും മതം മാറ്റുന്നത്. ആ മതം മാറ്റുന്നതിന് നേതൃത്വം നൽകുന്നത് കേരളത്തിലുള്ള ക്രിസ്ത്യാനികളാണെന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ വസ്തുത. അതുകൊണ്ട് ഭാരതത്തെ തിരിച്ച് സനാതന ധർമ്മത്തിന്റെ വേരിൽ ഉറപ്പിക്കേണ്ടതും കേരളീയരായ ഹിന്ദുക്കളുടെ ഉത്തരവാദിത്വമാണ്. കഞ്ഞിക്കും പയറിനും വന്നതെല്ലാം പോട്ടെ, അങ്ങനെ പോട്ടെ, ഞങ്ങൾക്ക് ഒരു പിണക്കവും ഇല്ല. അതിൻ്റെ പേര് നാളെ ഞങ്ങൾ ഒരൊറ്റ ബസ്സിന് കല്ലെറിയത്തില്ല, ഹർത്താൽ പ്രഖ്യാപിക്കത്തില്ല, മുണ്ടും മടക്കി കുത്തി തെറി വിളിക്കത്തില്ല, സമരത്തിനിറങ്ങത്തില്ല. 25 എന്നുള്ളത് കുറഞ്ഞു പോയെങ്കിൽ ഒരു ഓഫർ കൂട്ടിത്തരാം, ഒരു 50 എണ്ണത്തെ കൊണ്ടുപോകി കൊണ്ടുപൊക്കോ, ഞങ്ങൾക്ക് പിണക്കമൊന്നുമില്ല. പക്ഷെ അത് കഴിയുമ്പോൾ ഒരു ന്യൂനപക്ഷം ഇതിൻ്റെ അകത്ത് ശേഷിക്കും. ആ ന്യൂനപക്ഷത്തിൻ്റെ കഴുത്തെ കത്തിവെച്ചിട്ട് യേശുവിനെ തള്ളിപ്പറയാൻ പറഞ്ഞാൽ അറുത്തിടുന്ന കഴുത്ത് നിലത്ത് കിടന്ന് 2 മിനിറ്റ് പ്രസംഗിക്കും. മറ്റൊരുത്തനിലും രക്ഷയില്ല. മാനവജാതിക്ക് രക്ഷ പ്രാപിപ്പാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തു എന്ന ഏകം നാമമല്ലാതെ മറ്റൊരു രക്ഷാമാർഗമില്ലെന്ന് 2 മിനിറ്റ് പ്രസംഗിച്ചിട്ട് ആ തല അവിടെ അവസാനിക്കത്തുള്ളൂ. അവരാരും കഞ്ഞയ്ക്കും പയറിനും വേണ്ടി ഇറങ്ങി തിരിച്ചതല്ലടോ, മരണത്തിൻ്റെ അപ്പുറത്തൊരു ജീവിതമുണ്ടെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങിയവരാണ്. അതുകൊണ്ട് ഞങ്ങളെ ആക്ഷേപിക്കരുത് പ്ലീസ്. ലവ് ജിഹാദ് എന്ന പേരിൽ ഒരു വശത്ത് നടക്കുമ്പോൾ അത് തനി ക്രൂരമായ ടെററിസത്തിലൂടെ പോകുമ്പോൾ ശരിക്കും നക്കിക്കൊല്ലുന്ന രീതിയിൽ ആരും അറിയാതെ ഒരു വാർത്തയും വരാതെ ശാന്തമായിക്കൊണ്ട് കാലിൻ്റെ ചുവട്ടിലെ മണ്ണ് മാറ്റുന്ന 40 ലക്ഷം ക്രിസ്ത്യാനികളാണ് ഉള്ളത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നും. ഓരോ ക്രിസ്ത്യാനിയും അവൻ്റെ മതത്തിലേക്ക് ആളെ കൂട്ടാനാണ് ശ്രമിക്കുന്നത്. ഓരോ അച്ഛനും കന്യാസ്ത്രീയും ഏത് ക്രൂക്കൻ്റെ വഴിയിലൂടെയും ഹിന്ദുക്കളെ മതം മാറ്റാനാണ് ശ്രമിക്കുന്നത്. പരമമായ ലക്ഷ്യം ഭാരതത്തെ മുഴുവനും ഒരു ക്രിസ്ത്യൻ രാജ്യമാക്കി മാറ്റുക. മറ്റ് ദേശത്തിലുള്ളവര് പോട്ട ധ്യാന കേന്ദ്രം പോലെ ഓരോ സ്ഥലത്തുള്ള ധ്യാന കേന്ദ്രത്തിൽ വന്ന് ബൈബിളിനെ കുറിച്ചും യേശു ക്രിസ്തുവിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ട് വേണം പിന്നെ മതം മാറ്റാൻ പോവാൻ. പക്ഷെ കേരളീയര് ചതിച്ച് മതം മാറ്റാനുള്ള കാലം തുടങ്ങിയിട്ട് കുറേ കാലമായി. അതുകൊണ്ട് ഈ ചതിയും വഞ്ചനയും അവരുടെ രക്തത്തിലുണ്ട്, മതം മാറ്റുന്നവരുടെ രക്തത്തിൽ തന്നെ ഉണ്ട്.
അതുകൊണ്ട് അവർക്ക് എവിടെ ചെന്നാലും പെട്ടെന്ന് അയൽവക്കത്തുകാരനെയോ അവനവൻ്റെ വീടിൻ്റെ ഒന്നാമത്തെ നിലയിൽ താമസിക്കുന്നവനെയോ പരിചയപ്പെടുന്നവനെയോ എല്ലാവരെയും മതം മാറ്റാൻ അവർക്ക് സാധിക്കും. സഹായിച്ചിട്ടോ അല്ലെങ്കിൽ എതിർത്തിട്ടോ ഭീഷണിപ്പെടുത്തിയിട്ടോ ഭയപ്പെടുത്തിയിട്ടോ കൂട്ടത്തിൽ ചേർന്നിട്ടോ പള്ളിയിലേക്ക് കൊണ്ടുപോയിട്ടോ പ്രാർത്ഥിപ്പിച്ചിട്ടോ ഏതെല്ലാം വഴിയിലൂടെ മതം മാറ്റണമോ അതെല്ലാം ചെയ്യും. എന്തിനാണ് പ്രിയപ്പെട്ടവരെ മതം? നിങ്ങളത് ചിന്തിച്ചു നോക്ക്. മതം മാറിയുണ്ടെന്തെങ്കിലും കാര്യമുണ്ടോ? നിങ്ങൾ മനസാക്ഷി തൊട്ടൊന്ന് ചിന്തിച്ചു നോക്ക്. ഡെയിലി 2 കുപ്പി കള്ളടിക്കുന്ന നാരായണൻ, ആ നാരായണനെ പാസ്റ്റർമാർ പിടിച്ച് വെള്ളത്തിൽ മുക്കി ജോസഫ് എന്ന് പേര് മാറ്റി, മതവും മാറ്റി. നാരായണനായിരുന്നപ്പോൾ 2 കുപ്പി അടിക്കും, ജോസഫ് ആയപ്പോഴും 2 കുപ്പി അടിക്കും. വല്ല കാര്യമുണ്ടോ? നിങ്ങൾ പറ. മാറിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പം മാറേണ്ടത് മതമോ പേരോ അല്ല, ഇന്നലെ വരെ ജീവിച്ച ജീവിതം അങ്ങ് മാറണം. അത്രേ ഞങ്ങൾ പറയുന്നുള്ളൂ. ചില ആളുകൾ ചോദിക്കും, ഈ ഷമീർ കൊല്ലം എന്താ പുള്ളിയുടെ പേരങ്ങ് മാറ്റിക്കൂടെ? എടാ, പേരല്ലട മാറേണ്ടത്, ഇന്നലെ വരെ ജീവിച്ച ജീവിതം മാറിയാൽ മതിയെന്ന്. ഞങ്ങൾ ആരുടെയും പേരും സർട്ടിഫിക്കറ്റും തിരുത്തുന്ന കൂട്ടമല്ല. പറമ്പിൽ കാണുന്ന ഒരു ചെടിയുണ്ട്, ഞങ്ങൾ കൊല്ലത്തുകാർ വിളിക്കുന്നത് ചൊറിയാണമെന്ന്, അല്ലേ? അതിൻ്റെ സ്വഭാവം എന്നാ വർഷേ? ആര് മേത്ത് കൊട്ടാലും അല്ലേ അതിൻ്റെ സ്വഭാവം? ചൊറി തണുത്ത പറമ്പിൽ നിന്ന് വേരോട് ഇളക്കിയെടുത്ത് വീട്ടിൻ്റെ ഫ്രണ്ട് ഹോളിൽ ചില്ലിട്ട ഷോക്കേഴ്സ് AC റൂമിൽ കൊണ്ടുവച്ചാലും ചൊറിയണോ? എന്ത് ചെയ്യും? സ്ഥലം മാറിയിട്ട് കാര്യമുണ്ടോ? എന്നാൽ പേര് മാറ്റാം. ചൊറിതണത്തിൻ്റെ ഇലയിൽ ഒരു സ്റ്റിക്കറിൻ്റെ അകത്ത് മണിക്കുട്ടിന്ന് എഴുതി ഒട്ടിച്ചു പോയി, എന്നിട്ട് പിറ്റേന്ന് രാവിലെ മണിക്കുട്ടിയേന്നും വിളിച്ചൊന്ന് തൊട്ട് നോക്ക്, ചൊറിയുമോ? ചൊറിയും. അപ്പോൾ പേര് മാറിയാലും സ്ഥലം മാറിയാലും സ്വഭാവം മാറിയില്ലെങ്കിൽ ചൊറിയും. അപ്പം ഞങ്ങളെന്താ വിളിച്ചു പറയുന്നത്? സ്വഭാവം മാറണം. ഇന്നലെ വരെ നിന്നെ നോക്കി നീ ഒരു ഭാരമാ, നീ ഭൂമിക്ക് ഭാരമാ, നീ ചത്തെങ്കിൽ കൊള്ളായിരുന്നു, നീ തൊലഞ്ഞു പോകൂടാ, നീ നന്നാവത്തില്ലടാ, നീ നന്നാവത്തില്ലടി എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ടല്ലോ. അവരുടെ നടുവിൽ അതെ നീ അനുഗ്രഹിക്കപ്പെട്ടവനാണ്, അതെ നീ ദേശത്ത് മാനിക്കപ്പെട്ടവനാണ്, അതെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്ന നിലയിൽ നിന്റെ ജീവിതത്തിൻ്റെ ചരിത്രം തിരുത്തി കുറിക്കുന്ന ഒരു സന്ദേശമാണ് ഇന്ന് രാത്രി നിന്റെ കാതിൽ സ്വർഗത്തിലെ ദൈവം അരുളി ചെയ്യുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ സന്ദേശം, സുവിശേഷം. അയ്യോ, ഇത് ചുമ്മാ പരസ്യം പറയുന്നതല്ലെന്ന്. സിനിമാ നടൻ മമ്മൂട്ടി TV വന്നേച്ച് പറയുക, എൻ്റെ ഗ്ലാമറിൻ്റെ രഹസ്യം ഇന്ദുലേഖ സോപ്പ്. ഇത് കേട്ടിട്ട് ഒരു അമ്മാവൻ 3 മാസം മേടിച്ച് തകർത്തങ്ങ് തേച്ചു, വെളുത്തില്ല. അവസാനം പുള്ളി ഉപഭോക്തൃ കോടതിയിൽ കേസ് കൊടുത്ത് നഷ്ടപരിഹാരം മേടിച്ചു. അറിഞ്ഞായിരുന്നല്ലോ. ഇതുപോലെ ഞങ്ങളാരും പരസ്യം പറഞ്ഞ് നിങ്ങളെ പറ്റിക്കാൻ വന്നേ അല്ലെന്ന്. നേക്ക് 22 വർഷങ്ങൾക്ക് മുമ്പ് ഷമീറും കൂട്ടുകാരും കള്ളു കുടിച്ച് പാക്കും പാൻപരാഗും ചവച്ച് ലുങ്കി മടക്കി ചുറ്റി എൻ്റെ നാട്ടിലെ കവലെ കൂടെ നടന്നു പോകുമ്പോൾ ആ പീടികയിൽ ആളുകൾ വിരലി കൊണ്ട് ചോദിക്കുക, അവൻ ഏതാ പോകുന്നവൻ, ഏതാ ആടി അവൻ ഏതാ? അതെ. ഉടനെ അടുത്തിരിക്കുന്ന പറയും, ഓ അതില്ലേ സലാമിൻ്റെ മോനെ. ഏത്? ജമീലയുടെ മോനെന്ന്. ആണോ? പിന്നെ മറ്റേ മീൻ കച്ചവടം ചെയ്യുന്നില്ലേ, ഇളയ കുഞ്ഞിൻ്റെ കൊച്ചുമോൻ. ആണോ? അത് ശരി. അയ്യോ തലതെറിച്ചൊരുത്തൻ എന്ന് പറഞ്ഞ ഒരു കാലത്ത് നിന്ന് ഇന്നതേ മാന്യമായ വസ്ത്രം ധരിച്ച് ഈ വാഹനത്തിൻ്റെ അകത്ത് ഞാൻ എൻ്റെ കവലച്ചെന്നിറങ്ങിയാൽ മിനിമം മുണ്ടിൻ്റെ മടിക്കുത്തെങ്കിലും ഒന്ന് അഴിച്ചിട്ട് ഒന്ന് ബഹുമാനിക്കുന്ന നിലയിൽ ജീവിതത്തിൻ്റെ ചരിത്രം തിരുത്തി കുറിച്ച ഒരു സന്ദേശമാണ് ഇന്ന് രാത്രി പ്രസംഗിക്കുന്നത്. പേരും സർട്ടിഫിക്കറ്റും തിരുത്തുന്ന സന്ദേശം അല്ലത്. നിന്റെ ജീവിതത്തിലെ പ്രതീക്ഷകൾ അസ്തമിച്ചു പോയെങ്കിൽ, ഇനി പ്രതീക്ഷയ്ക്ക് വകയില്ലെന്ന് നീ ചിന്തിക്കുന്നെങ്കിൽ, ഒരു മുഴം കയറിലോ ഒരു കുപ്പി വിഷത്തിലോ അവസാനിക്കുകയല്ലാതെ ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ ഒരു മാർഗമില്ലെന്ന് നീ ചിന്തിക്കുന്നെങ്കിൽ, സ്നേഹിത, സഹോദര, സഹോദരി, ഇന്ന് രാത്രി അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുക, തീർന്നിട്ടില്ല. ഇവിടെ മുതൽ ഒരു തുടക്കമായി മാറട്ടെ. ഇന്ന് മുതൽ നിന്റെ ജീവിതത്തിൻ്റെ ചരിത്രം മാറാൻ, ഇന്ന് മുതൽ ദേശത്തിൽ നീ അനുഗ്രഹിക്കപ്പെടുവാൻ, നിന്റെ ജീവിതത്തിൻ്റെ ചരിത്രം തിരുത്തി കുറിക്കാൻ കഴിയുന്ന ഒരു ജീവനുള്ള ദൈവമുണ്ട്. ഇന്ന് രാത്രി ആ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് നീ തിരിയണം. അതാണ് ഞങ്ങൾ പറയുന്ന സുവിശേഷം. ഞങ്ങൾ എന്തെങ്കിലും ദോഷം പറയുന്നുണ്ട്? പിന്നെ ചിലർ പറയുന്ന ആകെ കൂടെ യവന്മാർ ഭയങ്കര ശബ്ദമാണെന്ന്. മനുഷ്യന് ചെവിതല കേൾക്കണം, എന്നാ ശബ്ദമാണെന്ന്. ഈ പറയുന്നത് വല്ല സത്യം ഉണ്ടോ? ഭാഷ ഉണ്ടോ? സത്യം ഉണ്ടാവണമെങ്കിൽ ഈ പറയുന്നവനൊക്കെ ഊമകളാകണ്ടേ? നമുക്ക് മാത്രമേ ഇവിടെ ശബ്ദമുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ ഊമയാണ്. ഉള്ളതാണോ? എവിടാ? മുക്കിന് 50,000 വാട്സിൻ്റെ ബോക്സ് കെട്ടിവെച്ച് അടിക്കുന്ന ഐറ്റങ്ങൾ ഇവിടെ ഇല്ലേ? നമുക്കാണോ സൗണ്ട്? പിന്നെ ആ സൗണ്ട് ഈ സൗണ്ട് നമ്മൾ വ്യത്യാസം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അവർ റോഡിൽ കിടന്ന് അടിക്കുന്ന സൗണ്ടിൽ 4 എണ്ണം കുടിച്ച് തുണിയില്ലാതെ ഓടെ കിടന്നുകൊണ്ട് പാട്ട് പാടും.
ഈ സൗണ്ടിൻ്റെ പ്രത്യേകത, അങ്ങനെ കുടിക്കുന്നവൻ ഈ സൗണ്ട് കേട്ടാൽ അന്ന് മുതൽ കുടി നിർത്തി അവൻ കുടുംബത്തിന് കൊള്ളാവുന്നവനായി മാറും. അല്ലേ വ്യത്യാസം? അല്ലാതെ എന്തെങ്കിലും ദോഷം സുവിശേഷം വരുത്തിയിട്ടുണ്ടോ പക്ഷേ? മനസാക്ഷി തൊട്ടുകൊണ്ട് സത്യസന്ധമായി മറുപടി പറഞ്ഞാൽ സുവിശേഷം നാടിന് നന്മയല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. ഇത് മനസ്സിലാക്കണം. ഇത് ചുമ്മാ കുഞ്ഞുകളിക്ക് ഇറങ്ങിയതൊന്നുമല്ല. ഒരു സുപ്രഭാതത്തിൽ തലയ്ക്ക് ഓളം കയറി കമ്മലും വേണ്ട മാലം വേണ്ട എന്ന് കൊട്ടിപ്പാടി കലബലബല എന്ന് പറയാൻ ചാടി ഇറങ്ങി അങ്ങനെ ഓളം കയറി വട്ടുപിടിച്ച് ഇറങ്ങിയതല്ല. ഇതിൻ്റെ അകത്ത് ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ഒന്ന് രണ്ട് പേര് എന്നെ വിളിച്ച് പറയാറുണ്ട്, മറ്റു മതത്തിനെ കുറിച്ച് നമ്മൾ എന്തിനാ പറയുന്നതെന്ന്. അവനവൻ ജീവിക്കുന്ന രാഷ്ട്രത്തില് മുഹമ്മദ് ഗസ്നിയും മുഹമ്മദ് ഗോറിയും തൈമൂറും ഖിൽജിയും ലോഡിയും ഔറംഗസീബും മഹാനായ എന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന അക്ബറിനെ പോലെയുള്ള ക്രൂരന്മാര് ഈ നാട് ഭരിച്ചിട്ടും ഡച്ചുകാരും ഫ്രഞ്ചുകാരും പോർച്ചുഗീസുകാരും സെയിന്റ് ഫ്രാൻസിസ് സേവിയറിനെ പോലെയുള്ള നരാധമന്മാര്, കൊലയാളികൾ, അവരെല്ലാം ഈ നാടില് വാണരുളിയിട്ടും ഹിന്ദുധർമ്മത്തിന് ഇത്രയും അധികം ക്ഷതം നേടിയിട്ടില്ല. അവരെല്ലാം പുറത്തുനിന്ന് വന്നവരെ അകത്തുള്ളവരെ ആക്രമിച്ച് മതപരിവർത്തനം നടത്തുകയായിരുന്നു. നിർഭാഗ്യവശാൽ പണ്ട് ഹിന്ദുക്കളായിരുന്നവരാണ് ഇപ്പൊ ക്രിസ്ത്യാനികളായിട്ട് ഹിന്ദുക്കളെ മതം മാറ്റുന്നത്. അപ്പൊ ക്യാൻസർ രോഗം അകത്താണ്, ബോംബ് വെച്ചിരിക്കുന്നത് അകത്താണ്. ഇത്രയും കാലം പുറത്തുനിന്ന് അകത്തേക്ക് വന്നവരെ തടയാൻ ഭാരതത്തിന്റെ അറിവിന് സാധിച്ചിരുന്നു, നമ്മുടെ ജ്ഞാനത്തിന് സാധിച്ചിരുന്നു. ഇപ്പൊ അകത്ത് നിന്നുള്ളവരെ പ്രലോഭിപ്പിച്ചും അതേപോലെ ഭീഷണിപ്പെടുത്തിയും ഭയപ്പെടുത്തിയും ഈ ബിഷപ്പുമാരുടെയും മെത്രാന്മാരുടെയും മറ്റുള്ളവരുടെയും നേതൃത്വത്തിൽ നടക്കുന്ന മതപരിവർത്തനത്തിന് നമ്മുടെ തന്നെ ആൾക്കാർ നമ്മളെ വഞ്ചിക്കാനും ചതിക്കാനും തുടങ്ങുന്ന ഒരവസ്ഥയാണ് 1947 ശേഷം ഉണ്ടായിട്ടുള്ളത്. ഒരു ഭരണാധികാരിയും അത് തിരിച്ചറിഞ്ഞിട്ടില്ല. എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട്, പേര് മാറ്റാത്ത എന്താ, ഇങ്ങനെ തന്നെ ഇട്ടിരിക്കുന്ന എന്താ? പേരും മാറാനും മതം മാറാനും ഒന്നും ബൈബിൾ പഠിപ്പിക്കുന്നില്ല, ഞങ്ങളും പഠിപ്പിക്കുന്നില്ല. അപ്പൊ പേരും മതവും മാറ്റുന്ന ഒന്നുമല്ല ഇവിടുത്തെ വിഷയം. പള്ളിയിലൂടെ കള്ള് കൊടുക്കുകയും ചെയ്യും, കള്ളിനെതിരെ സമരം ചെയ്യുകയും ചെയ്യും. അതേപോലെ മതമൈത്രിക്ക് വേണ്ടി ഇവർ ജാഥ നടത്തുകയും ചെയ്യും. മതത്തിനകത്തിരുന്നു കൊണ്ട് ഹിന്ദുക്കളെ മുഴുവൻ കൺവെർട്ട് ചെയ്യുകയും ചെയ്യും. ഈ പുറത്ത് കാണുന്ന ക്രിസ്ത്യാനികളല്ല യഥാർത്ഥ ക്രിസ്ത്യാനികൾ. അകത്തൊരു ക്രിസ്ത്യാനിയുണ്ട്. ആ ക്രിസ്ത്യാനിക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 13 വരെ, നീ എൻ്റെ സന്ദേശങ്ങൾ എല്ലാവരിലും എത്തിക്കുക. അവരെ സ്വീകരിച്ചാലും നിനക്ക് സ്വർഗരാജ്യം, സ്വീകരിച്ചില്ലെങ്കിലും നിനക്ക് സ്വർഗരാജ്യം എന്നും പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ശരീരം ഗോതമ്പുണ്ടയായിട്ട് തീറ്റിച്ച്, യേശുക്രിസ്തുവിൻ്റെ രക്തം വീഞ്ഞായി കുടിപ്പിച്ച്, ഈ യേശുക്രിസ്തുവിനെ ആണിയടിച്ച് കൊന്ന കുരിശ് കഴുത്തിലിടിയിച്ച്, ആ ശവപ്പറമ്പാക്കി മാറ്റിയ പള്ളിയിൽ കൊണ്ടുപോയിട്ട് പ്രാർത്ഥിപ്പിച്ച്, എല്ലാം വിപരീതമായിട്ടുള്ള ഭാരതീയ ചിന്താധാരകളെ അവഹേളിച്ച്, അതേ സമയത്ത് ഭാരതീയ ചിന്താധാരകളിലുള്ള കൊടിമരവും കൽവിളക്കും നിലവിളക്കും തുലാഭാരവും വിഷുക്കണിയും അങ്ങനെ പറയെടുപ്പും ഉത്സവവും എല്ലാം ഹിന്ദുക്കളുടേതെടുത്ത് ഓരോ ദിവസവും ഓരോ ക്രിസ്ത്യാനിയും ജീവിക്കുന്നത് ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും ഹിന്ദുക്കളെ മതം മാറ്റാനാണ്. എത്ര പേരെ മതം മാറ്റുന്നോ അത്രയും അവൻ യഹോവയുടെ അടുത്താണ്. യഹോവ അതാ പറഞ്ഞിരിക്കുന്നത്, മറ്റ് ദൈവങ്ങളെ ആരാധിക്കുന്നവരുടെ അശേര വിഗ്രഹങ്ങൾ തകർക്കണം, അവരെ നീ വധിക്കണം, അവരെ എൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരണം. ഇതാണ് യഹോവയുടെ, അതാണ് അവർ ചെയ്യുന്നത്. അവര് പുതിയതായിട്ടൊന്നും ചെയ്യില്ല, ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് ചെയ്യുന്നത്. ഈ പുസ്തകം 2002 എൻ്റെ കരങ്ങളിൽ എടുത്ത് അന്ന് മുതൽ ഇന്ന് വരെയും പലതവണ ഈ പുസ്തകം മുഴുവൻ വായിച്ചു തീർത്തിട്ടും ഈ പുസ്തകത്തിൽ ഒരു സ്ഥലത്ത് പോലും പാസ്റ്ററെ ഒരൊറ്റ പേപ്പറിൽ പോലും മതം പഠിപ്പിക്കാത്തൊരു പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. ഒരു വാദത്തിന് കാട്ടാക്കടക്കാർ മേടിച്ച് വായിക്കേ, ഈ പുസ്തകത്തിൻ്റെ അകത്ത് ഒരൊറ്റ പേപ്പറിൻ്റെ അകത്തെങ്കിലും മതം പഠിപ്പിക്കുന്നുണ്ടെന്ന് കണ്ടാൽ അന്ന് ഈ പരിപാടി നിർത്താൻ ഞാൻ തയ്യാറാണ്. പബ്ലിക്കായിട്ട് ലൈവിലാണ് പറയുന്നത്. എല്ലാ അമ്പലത്തിൻ്റെയും അടുത്ത പള്ളികൾ ഉണ്ടാക്കിയിട്ട് അമ്പലത്തിന് വേറെ പേരും പള്ളികൾക്ക് കോവിൽ എന്ന പേര് കൊടുക്കാം. എല്ലാ കപ്പേളകളിലും റോഡ് സൈഡിലും നിരന്തരം പ്രാർത്ഥന നടക്കുന്നു. മതം മാറുന്നവര് ചികിത്സയ്ക്ക് പോകുന്നവരും അതേപോലെ തന്നെ രോഗശാന്തിക്ക് പോകുന്നവരും അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് സഹായത്തിനും സഹകരണത്തിനും പോകുന്നവർക്കും സഹായവും സഹകരണവുമായിട്ട് പൈസ കൊടുക്കുന്നു, അല്ലെങ്കിൽ സഹായം കൊടുക്കുന്നു പൈസ കൊടുക്കാതെ. ഇങ്ങനെ നാഗാലാൻഡ് മുഴുവനും മതപരിവർത്തനം ചെയ്തു കഴിഞ്ഞു. മിസോറാമിലെ 95% മതപരിവർത്തനം ചെയ്തു കഴിഞ്ഞു. മണിപ്പൂരിലെ ഹിന്ദുക്കൾ എന്ന് പറയുന്നത് വളരെ കുറച്ചേ ഉള്ളൂ.
ഒറീസയിൽ 23% കൺവർഷൻ നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഒന്നും തന്നെ യേശുക്രിസ്തുവിനോടുള്ള ബഹുമാനമോ സ്നേഹമോ കൊണ്ടല്ല. ബൈബിൾ ലോകത്തോട് പഠിപ്പിക്കുന്നത് മതത്തെക്കുറിച്ചല്ല, പിന്നെന്താ, മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് വിശുദ്ധ ബൈബിൾ ലോകത്തോട് പഠിപ്പിക്കുന്നത്. സൃഷ്ടാവും സൃഷ്ടിയായ മനുഷ്യനും തമ്മിലുള്ള ബന്ധം, അതാണ് ബൈബിൾ മനുഷ്യനെ പഠിപ്പിക്കുവാൻ ആശിക്കുന്നത്. അതിൻ്റെ കാര്യം അറിയുവാൻ ഞാൻ ഈ പുസ്തകം 2002 മുതൽ വായിക്കുക. 22 വർഷത്തോളമായി ഇന്നും പഠിച്ചുകൊണ്ടും വായിച്ചുകൊണ്ടും ഇരിക്കുന്ന പുസ്തകമായത്. ഈ പുസ്തകം 2002 മുതൽ ഇങ്ങനെ വായിക്കാൻ തുടങ്ങിയ സമയം മുതൽ ചോദ്യങ്ങളും കൂടി ഇങ്ങനെ വരിക. ഇപ്പം പല ആളുകളും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്തിനാടാ ക്രിസ്ത്യാനി ആയതെന്ന് ഇന്നും പാപ്പാട് ആളുകൾ ആദ്യം കണ്ടാൽ ചോദിക്കുന്നത് നല്ലൊരു മതം വിട്ടുപോയി എന്നുള്ളതാണ്. ശരി, അവർ പറയുന്നത് ശരിയാണ്. കാരണം ചെറിയ പ്രായത്തിലെ തൊപ്പിയിട്ട് മദ്രസയിൽ പറഞ്ഞു വിട്ടത് മതം പഠിക്കാനാണ്. അത് മതം തന്നെയാണ്, അതിന് തർക്കമൊന്നുമില്ല. മതം പഠിക്കാൻ തന്നെയാണ്. പ്രസവിച്ച തള്ളയും ജനിപ്പിച്ച അപ്പനും മതം കഴിഞ്ഞേ ഉള്ളൂ എന്ന് പഠിപ്പിക്കുന്ന 1-ാം സ്ഥാനത്ത് ലക്കും ദീനുക്കും വലിയ ദീൻ, അവനവൻ്റെ ദീൻ തന്നെയാണ് വലുത് എന്ന് പഠിപ്പിച്ചുകൊണ്ടാണ് മദ്രസയിൽ പഠിച്ചത്. സത്യമാണ്. പക്ഷേ ഈ പുസ്തകം കയ്യിലെടുത്തപ്പോൾ ഇതിൻ്റെ അകത്ത് മതമില്ല. അതുകൊണ്ടാണ് ഇത് ചേർത്ത് പിടിച്ചത്. അപ്പം എന്തിനാണ് നല്ലൊരു മതം വിട്ടുപോയെന്നിങ്ങനെ ചോദ്യമുണ്ട്. നിങ്ങളും ബൈബിളൊന്ന് വായിക്കണം. അതിനകത്തുള്ള ഓരോ നിർദ്ദേശങ്ങൾ, യമര്യ എന്നൊരു ഭാഗമുണ്ട്, അത് വായിച്ചാൽ നിങ്ങൾ കിടിലം കൊള്ളും. അതൊരു വേദഗ്രന്ഥമായിട്ട് പറഞ്ഞു നടക്കാണ്. ഹിന്ദുക്കളുടേതായിട്ടുള്ള നന്മകളെടുത്ത്, ഹൈന്ദവ പേരുകളെടുത്ത്, സംസ്കൃതത്തിലെ വാക്കുകളെടുത്ത്, നമ്മുടെ ആരാധനാക്രമങ്ങളെടുത്ത്, നമ്മുടെ സംസ്കാരത്തിൻ്റെ പലതും എടുത്ത്, എന്നിട്ട് തിരിച്ച് ഈ ധർമ്മത്തിനെതിരെ തന്നെ പ്രവർത്തിക്കുന്ന, അത്രയും ക്രൂരമാണ്, ടെററിസത്തെക്കാൾ ഭീകരമായിട്ടാണ് ഭാരതം ഇന്ന് മതപരിവർത്തനത്തെ അറിയാതെ അഭിമുഖീകരിക്കുന്നത്. 10,000 വർഷത്തെ പാരമ്പര്യമുള്ളൊരു സംസ്കാരം അകത്ത് നിന്ന് കേരള ക്രിസ്ത്യാനികളുടെ ഭീകരതയുടെ മുമ്പിൽ തലകുനിക്കരുത്. ഏതാണ്ട് മാനസികമായിട്ട് പ്രശ്നമുള്ള എല്ലാ വ്യക്തികളെയും ക്രിസ്ത്യൻ മിഷണറിമാർ കണ്ട്, നിങ്ങൾ ക്രിസ്തുമതത്തിലേക്ക് വരികയാണെങ്കിൽ ഭർത്താവിൻ്റെ കുടി മാറ്റിത്തരാം, നിങ്ങളുടെ അസുഖം മാറ്റിത്തരാം എന്ന് പറഞ്ഞ് കേരളമെമ്പാടും ഭാരതമെമ്പാടും നടക്കുന്നു. മെഡിക്കൽ കോളേജുകളിൽ, ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പോലും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് രോഗിയെ കൊണ്ടുപോകുമ്പോൾ അയാൾ ഹിന്ദു ആണെങ്കിൽ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മാത്രമേ ഓപ്പറേഷൻ സക്സസ്ഫുൾ ആവുള്ളൂ എന്ന് പറയുന്നു. ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് സ്റ്റാർട്ടായില്ലെങ്കിൽ യേശുക്രിസ്തുവിനെ പ്രാർത്ഥിച്ചാൽ മാത്രമേ വണ്ടി സ്റ്റാർട്ട് ആവുള്ളൂ എന്ന് പറഞ്ഞ് കുട്ടികളെ പറ്റിക്കുന്നു. രാത്രി യേശുക്രിസ്തുവിൻ്റെ ചിത്രം നെഞ്ചത്ത് വെച്ച് കിടന്നാലേ ഫസ്റ്റ് റാങ്ക് കിട്ടുള്ളൂ എന്ന് പറയുന്നു. അമ്മയെയും അച്ഛനെയും ക്രിസ്ത്യാനിയാക്കി മാറ്റണമെന്ന് പറഞ്ഞ് സ്കൂളിൽ നിന്ന് മക്കളെ പറഞ്ഞയച്ച് വീട്ടിലേക്ക് വിടുന്നു. കൃഷ്ണനും രാമനും എല്ലാം കുറേയധികം പ്രശ്നമുള്ളവരാണെന്നും യേശുക്രിസ്തു മാത്രമാണ് മനുഷ്യന് വേണ്ടി മരിച്ചതെന്ന് പറയുന്നു. 4 വർഷങ്ങൾക്ക് മുമ്പ് അരുണാചൽ പ്രദേശിൽ പോയപ്പോൾ കണ്ടത് ഏതാണ്ട് 20,000 ക്രിസ്ത്യാനികളും 8 ലക്ഷം ഹിന്ദുക്കളുമാണ് അവിടെ ഉണ്ടായിരുന്നത്. അന്ന് ഏതാണ്ട് 8 ലക്ഷമായിരുന്നു അരുണാചൽ പ്രദേശിലെ ജനസംഖ്യ. ഇന്ന് അരുണാചൽ പ്രദേശിലെ ജനസംഖ്യ 8.5 ലക്ഷമാണ്. അതിൽ 8 ലക്ഷം ക്രിസ്ത്യാനികളും ബാക്കി ഹിന്ദുക്കളാണോ അല്ലയോ എന്ന് അറിയാത്തവരുമാണ്. മുഴുവനും കേരളത്തിൽ നിന്ന് പോയ മതപരിവർത്തന തൊഴിലാളികൾ കാശ് കൊടുത്തും ചതിച്ചുമാണ് അവരെ മതം മാറ്റിയത്. പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ വേറൊരു ചോദ്യം ഉണ്ട്. ക്രിസ്ത്യാനി ആയത് പോട്ടെ, ഇപ്പം എന്തായാലും പോയി ഇച്ചിരി മര്യാദ ഉള്ള പള്ളിയിൽ പൊക്കൂടായിരുന്നു എന്നാണ് പിന്നെ ചോദിക്കുന്നത്. അതിന് മര്യാദ ഉള്ള പള്ളി തന്നെ, ആകാശമുട്ട ഗോപുരം കെട്ടി നിൽക്കുന്ന പള്ളി, മുറ്റത്ത് ഗ്രാനൈറ്റ് മാർബിൾ ഇട്ട പള്ളി, 10 കാറ് നിരന്ന് കിടക്കുന്ന പള്ളി, ആരാധന കഴിഞ്ഞ് പൂങ്കുല പോലെ ആയിരങ്ങൾ ഇറങ്ങി വരുന്ന, അവിടെ എങ്ങും പോകാതെ ഈ 20-30 പേരിരുന്ന് കൊട്ടിപ്പാടി കലുപുലുന്ന് അടിക്കുന്നിടത്ത്, അതാണ് ഈ പറയുന്നതിൻ്റെ പിന്നിലെ കാര്യം. അപ്പം ഈ അങ്ങനെയുള്ള ആളുകളുടെ ചിന്ത എന്തെന്ന് വെച്ചാൽ, ഈ കുറേ ആളിങ്ങനെ കൂടുന്നതാണ് ദൈവത്തിന് രോമാഞ്ചം എന്നാണ് പലരുടെയും ചിന്ത. ആളുകൾ ഒത്തിരി കണ്ട ഗ്രൗണ്ടൊക്കെ അങ്ങനെ ആകുമ്പോൾ ദൈവം അവിടെ ഇരുന്ന് അങ്ങ് രോമാഞ്ചം കൊള്ളൂ എന്നാണ് പലരുടെയും. അങ്ങനെ ആൾ കൂടുന്നതാണ് ദൈവത്തിന് സന്തോഷമെങ്കിൽ ഇപ്പം ബിവറേജിലാണ് ഏറ്റവും കൂടുതൽ ആള്. പിന്നെ വേറെ പല സ്ഥലത്തും ഉണ്ട്, ഞാൻ പറയുന്നില്ല. ജമ്മുവില് അസാധാരണമാംവിധം മതപരിവർത്തനം നടത്തുന്നു. ആസാമില് എവിടെയെല്ലാം മാർക്കറ്റുകളുണ്ടോ അതെല്ലാം ഗവൺമെൻറ് മാർക്കറ്റാണ്, പാവങ്ങളാണ് താമസിക്കുന്നത്. ഗവൺമെൻറ് മാർക്കറ്റിലെ കുറച്ച് സ്ഥലമെടുത്ത് അവിടെ എല്ലാം കുരിശു വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എല്ലാ അമ്പലത്തിൻ്റെ മുമ്പിലും ഭാരതത്തിൽ എല്ലായിടത്തും അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് ക്രിസ്ത്യൻ പള്ളി നിർമ്മിക്കുക, എന്നിട്ട് അമ്പലത്തിൽ പോകുന്നവരെ അങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ വേറെ ചില ചേട്ടന്മാർ പറയും അതൊന്നും അല്ലടെ കാര്യം. പിന്നെന്തിനാണ് കാര്യം?
അത് വേറൊന്നുമല്ല, ഇത് മതം മാറ്റുന്ന പരിപാടിയാണെന്ന് പറയും അല്ലേ? ഇപ്പം അങ്ങനല്ലേ പറയുന്നത്, മതം മാറ്റുക. അതേപോലെ തന്നെ ഈ കന്യാകുമാരി ജില്ല ഇന്ന് കന്യാകുമാരി ജില്ല എന്നുള്ള രീതിയിലാക്കി വരുന്നു. അവിടെ പള്ളികൾ നിർമ്മിക്കുന്നത് നിരോധിച്ചിട്ടുണ്ടെങ്കിലും ഓരോ ദിവസവും വീടിന്റെ രൂപത്തിലാണ് പള്ളികൾ വരുന്നത്. വീടിന് പെർമിഷൻ മേടിച്ച് പള്ളികളാക്കി മാറ്റുക. ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും, ഞങ്ങളിവിടെ പ്രസംഗിക്കുന്ന ഈ പ്രസംഗം അക്രമത്തിൻ്റെ മാർഗമല്ല. ഈ സുവിശേഷ യോഗം ഇന്ന് വരെ നാടിന് ഒരു ദോഷം വരുത്തിയിട്ടില്ല. നിങ്ങളുടെ പ്രസംഗം കേട്ട് എൻ്റെ മോൻ കുടിയനായെന്ന് പറയാൻ ഒരമ്മ തയ്യാറാണെങ്കിൽ നാളെയും മറ്റന്നാളും ഞങ്ങളിവിടെ യോഗം നടത്തത്തില്ലെന്ന് തൻ്റെ ഇടത്തോടെ പറയാം. നിങ്ങളുടെ പ്രസംഗം കേട്ട് എൻ്റെ ചെറുക്കൻ കഞ്ചാവ് അടിക്കാൻ തുടങ്ങിയെന്ന് പറയാനൊരു അമ്മയുണ്ടെങ്കിൽ ഞങ്ങൾ ഈ യോഗം ഇനിമേൽ നടത്തത്തില്ല, പറയാൻ കഴിയില്ല. സുവിശേഷം കേട്ട് ഇന്ന് വരെ ഒരുത്തൻ കള്ളുകുടിയനായില്ല, ഒരുത്തൻ കഞ്ചാവ് അടിക്കുന്നില്ല, ഒരുത്തൻ ഭാര്യ ഉപേക്ഷിക്കുന്നില്ല. പകരം കള്ളും കഞ്ചാവും അടിച്ച അപ്പനും അമ്മയ്ക്കും നാടിനും വീടിനുമൊക്കെ തലവേദനയായി ജീവിച്ച അനേക ചെറുപ്പക്കാരെ അമ്മയപ്പന്മാർക്കും സമൂഹത്തിനും കൊള്ളാവുന്ന മക്കളാക്കി തിരിച്ചു കൊടുത്ത ഉലകം കണ്ട ഏക സന്ദേശമാണ് ഇന്ന് രാത്രി പ്രസംഗിക്കുന്ന സുവിശേഷം. പക്ഷേ പലർക്കും ഇത് ഇഷ്ടമല്ല, ഇതിനെ പുച്ഛത്തോടെ കാണുന്ന ആളുകളുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയാം, ഇത് അക്രമത്തിൻ്റെ മാർഗമല്ലെന്ന് നമ്മളെക്കാൾ നല്ലപോലെ അറിയുന്ന ആർക്കാണെന്നറിയോ? ആർക്കാ? നമ്മളെ അടിക്കാൻ വരുന്നവർക്കാ. അവർക്ക് നല്ല ഉറപ്പാണ് ഇത് അക്രമത്തിൻ്റെ മാർഗം അല്ലെന്ന്. എൻ്റെ കാര്യം എന്താണെന്നറിയോ? കഴിഞ്ഞ ദിവസങ്ങളിൽ 1-2 പിള്ളേർ ഒരു സ്ഥലത്തൊരു ബോക്സ് കൊണ്ട് കെട്ടിവെച്ചു ജംഗ്ഷനിൽ. എന്നിട്ട് യേശുവേ എന്ന് പറഞ്ഞൊരു പാട്ട് പാടി. ഇത് കേട്ടോണ്ട് ജംഗ്ഷനിൽ നിന്ന ചേട്ടന്മാർക്ക് ദഹിച്ചില്ല. അവർ വന്ന് ഈ പയ്യന്മാരെ ഇട്ട് തല്ലി. ഈ പയ്യന്മാർ 8-10 പേരുണ്ടായിരുന്നു. അവരുടെ ശരീരം നൊന്നപ്പോൾ ഇവന്മാരെല്ലാം കൂടെ വലിച്ചു വാരിയിട്ട് അറിഞ്ഞം പുറഞ്ഞും തല്ലി. കൊടുത്തു, നേരത്തെ അടിച്ചു. അപ്പോൾ അടികൊണ്ട് ഇവന്മാർ ഓടി. അവസാനം പോലീസ് വന്നു. പോലീസ് വന്നപ്പോൾ 2 കൂട്ടരെയും വിളിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോയി. ഈ പാട്ട് പാടിയ പിള്ളേരോട് SI ചോദിച്ചു, അതിനകത്തിനാണ് അടി ഉണ്ടാക്കിയെന്ന് ചോദിച്ചു. പിന്നെ ഈ പിള്ളേർ പറഞ്ഞു, സാറേ ഞങ്ങൾ ചാരിറ്റി പ്രവർത്തകരാണ് എന്ന് പറഞ്ഞാൽ കിഡ്നി, ക്യാൻസർ തുടങ്ങിയ രോഗികൾക്ക് വേണ്ടി റോഡരികിൽ നിന്ന് പാട്ടുപാടി പൈസ വിരിച്ച് സഹായിക്കുന്നവരാണ് ഞങ്ങൾ. കുരിശടിയുടെ അടുത്ത് വരുമ്പോൾ ഞങ്ങൾ യേശുവിൻ്റെ പാട്ട് പാടും, അമ്പലത്തിൻ്റെ അടുത്ത് വരുമ്പോൾ ദൈവങ്ങളുടെ പാട്ട് പാടും, മുസ്ലിം പള്ളിയുടെ അടുത്ത് ചെന്നാൽ മാപ്പിളപ്പാട്ട് പാടും. ഞങ്ങൾക്ക് വേറെ പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല. ഞങ്ങൾ അവിടെ ചെന്ന് യേശുവേ നിന്ന് പാടിയപ്പോൾ ഇവന്മാർ വന്ന് ഞങ്ങളെ വെറുതെ തല്ലി സാറ്. ദേഹം നൊന്നപ്പം ഞങ്ങൾ മനുഷ്യരല്ലേ, തിരിച്ചെടുത്തിട്ട് തല്ലിയെന്ന് പറഞ്ഞു. അപ്പോൾ പോലീസുകാരൻ തിരിച്ച് മറ്റന്മാരോട് ചോദിച്ചു, അതിനകത്തിനാണ് അവർ പാടിയപ്പം നീയൊക്കെ കയറി തല്ലിയെന്ന് ചോദിച്ചു. ഉടനെ അതിലൊരുത്തൻ പറയുകയാണ്, പാസ്റ്റർമാരാന്ന് വിചാരിച്ച് തള്ളിപ്പോയതാ സാറേ എന്ന്. നിങ്ങൾക്ക് മനസ്സിലായോ? പാസ്റ്റർമാരാന്ന് വിചാരിച്ച് തല്ലി എന്ന് വെച്ചാൽ അതിൻ്റെ ഗുട്ടൻസ് പിടി കിട്ടിയാ എന്നാ? അവരായിരുന്നെങ്കിൽ തിരിച്ച് ഇങ്ങോട്ടൊന്നും കിട്ടത്തില്ലായിരുന്നല്ലോ. അപ്പം നമ്മളെക്കാൾ നല്ല ഉറപ്പവനാ, മനസ്സിലായോ? അതുകൊണ്ടാണ് ഈ 80 വയസ്സുള്ള അപ്പച്ചൻ്റെയും കഴുത്തിന് പിടിക്കാനാവും വരുന്നത്. അല്ല, തിരിച്ചടിക്കുന്ന ഐറ്റം എങ്ങാണോ ആയിരുന്നെങ്കിൽ ഒരെണ്ണത്തെ അടിച്ചു തുടങ്ങിയാൽ പിന്നെ ഒരുത്തനും അനങ്ങിയില്ല. ഇവരുടെ വിചാരം പേടിച്ചിട്ടാണ്. എടാ ഇവനെയൊക്കെ കാലേ വാരി ഭിത്തിയിലോട്ടോ ഒറ്റ അടിയടിക്കാൻ ആർജവും ഇല്ലാഞ്ഞിട്ടോ അതിന് ആംബിയർ ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല ഈ തലയും കുമ്പിട്ട് പോകുന്നത്. ഈ പുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്നില്ല. ഈ പുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്ന പുസ്തകമാണെങ്കിൽ ഇവിടെ ഒരുത്തനും കിശിങ് ചെയ്യാലായിരുന്നു അല്ലേ? അങ്ങനെ പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോഴും നിങ്ങളോട് പബ്ലിക്കായി പറയുന്നു, നാളെ തല്ലണമെങ്കിലും വന്നോ, ഞങ്ങൾ റെഡിയാ കൊള്ളാൻ. കാര്യം ഇത് അക്രമത്തിൻ്റെ മാർഗം അല്ല. ഒന്നുകൂടി അഭിമാനത്തോടെ പറഞ്ഞാൽ, ഭൂമിയിൽ കൊട്ടേഷൻ സംഘമില്ലാത്തൊരു ദൈവമുണ്ടെങ്കിൽ അത് യേശുക്രിസ്തുവാണ്. യേശുവിനെ ആർക്കും എന്തും പറയാം. യേശുവിനെ പറഞ്ഞതിൻ്റെ പേര് ചോദിക്കാൻ പോവാൻ ഇവിടെ ഒരു കൊട്ടേഷൻ സംഘം യേശുവിനില്ല. മനസ്സിലായോ? അത്ര മനോഹരമാണ് സുവിശേഷം. 67 രാജ്യങ്ങളിൽ നിന്ന് ഒഴുകുന്ന 69,000 കോടി രൂപ ഒരു മാസ്റ്റർ പ്ലാനാണ് 2020 മുമ്പ് ഇന്ത്യയെ ക്രൈസ്തവ രാജ്യമാക്കി മാറ്റണമെന്ന് പറഞ്ഞ ആ മാസ്റ്റർ പ്ലാൻ നടക്കുമ്പോഴും ഈ ഹൈന്ദവ ജനത ഇതൊന്നും അറിയുന്നില്ല. ഇന്ത്യ ഒരു ക്രിസ്ത്യൻ രാജ്യമാക്കണമെന്ന ആഗ്രഹമൊന്നും നമുക്കില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രവും അല്ല. ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രവും അല്ല. ഞാൻ വളരെ സ്നേഹത്തോടെ ഈ നാട്ടിലെ എൻ്റെ സഹോദരങ്ങളോട് പറയട്ടെ, നിങ്ങൾ പുച്ഛിക്കുന്ന ഒന്നല്ല സുവിശേഷം. അനേക കുടുംബങ്ങളെ ആത്മഹത്യയുടെ വക്കിൽ നിന്ന് ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന സന്ദേശം, അനേക ചെറുപ്പക്കാരെ
തിന്മയുടെ ക്രിമിനൽ സ്വഭാവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന സന്ദേശം, അനേക കുറ്റവാളികളെ ജയിലിൻ്റെ അകത്തു നിന്ന് മാനസാന്തരപ്പെടുത്തി നന്മയുള്ള മക്കളാക്കി തിരിച്ചു കൊണ്ടുവന്ന സന്ദേശം, സുവിശേഷം. പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടു പോയ അനേക അമ്മമാർക്ക് പ്രതീക്ഷയുള്ളവരാക്കി അവരുടെ മക്കളെ തിരിച്ചു കൊടുത്ത സന്ദേശം, സുവിശേഷം. ഞങ്ങളെ നോക്കി ഇന്നും കളിയാക്കുന്നവരും പരിഹസിക്കുന്നവരും മാത്രമേ ലോകത്തിലുള്ളതെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം. പക്ഷേ എങ്കിലും ഞങ്ങൾക്കതിൽ സന്തോഷമേ ഉള്ളൂ. കാരണം എന്തെന്നറിയാമോ? ഞങ്ങൾ പൊട്ടന്മാരെ പോലെ നിന്ന് ഈ തൊണ്ട കീറുന്ന ഈ സന്ദേശം ഈ ശബ്ദപരിധിയിൽ കേൾക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെങ്കിലും മാറ്റം വരുത്തുമെന്ന് 100% ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അങ്ങനെ കഴിഞ്ഞ കാലങ്ങളിൽ മാറ്റം വരുത്തിയത് കൊണ്ടാണ് ദൈവസഭ വളർന്നത്. അങ്ങനെ മാറ്റം വരുത്തിയത് കൊണ്ടാണ് മുക്കിന് സഭകളുണ്ടായത്. അങ്ങനെ മാറ്റം വരുത്തിയത് കൊണ്ടാണ് ഇന്ന് ലോകത്തിന് മുമ്പിൽ പെന്തക്കോസ്ത് ഒരു ചർച്ചാ വിഷയമായി മാറിയത്. ആമേൻ. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇത് ഏതെങ്കിലും ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് പോകാൻ വേണ്ടി ചാടിയ ചാട്ടമല്ല.